നമ്മൾ മലയാളികൾ നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തിലും ചരിത്രത്തിലുമൊക്കെ അഭിമാനം കൊള്ളുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മൾ പഠിച്ച പുസ്തകത്താളുകളിലൊന്നും കേൾക്കാത്ത ചില ഇരുണ്ട നാൾവഴികൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അത്തരത്തിലൊന്നാണ് മുലക്കരം അഥവാ ബ്രസ്റ്റ് ടാക്സ്. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നതിനു മുമ്പ് തിരുവിതാംകൂർ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വൃത്തികെട്ട നിയമമാണ് മുലക്കരം. ഈ നിയമം അനുസരിച്ച് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾ തങ്ങളുടെ മാറിടം മറക്കരുത്. അതുപോലെ പുരുഷന്മാർ മീശ വയ്ക്കരുത്. അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ കരം നൽകണം അഥവാ നികുതി അടക്കണം. ഈ ദുരവസ്ഥയിലും താഴ്ന്ന ജാതിക്കാരും പ്രതികരിച്ചില്ല. ഇതൊക്കെ അവരുടെ വിധിയാണെന്ന് കരുതി അവർ ജീവിച്ചു പോന്നു. മുലക്കരം എന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ പോരാടിയ ഒരു സ്ത്രീയുടെ കഥയാണ് 2020 പുറത്തിറങ്ങിയ മുലക്കരം എന്ന ഹിന്ദി ഷോർട്ട് ഫിലിം പറയുന്നത്. കഥ നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്ത് ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു പുഴക്കരയിൽ 2 ഉയർന്ന ജാതിക്കാർ എന്തോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട 2 പെൺകുട്ടികൾ വെള്ളമെടുക്കുന്നതിനായിട്ട് വന്നിട്ടുമുണ്ട്. ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരുത്തൻ മീൻ കഷ്ണം കണ്ട പൂച്ചയെ പോലെ അവരെ തന്നെ വാ തുറന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ആ 2 പെൺകുട്ടികൾക്കും മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. അവർ അങ്ങനെ ധരിക്കാൻ പാടില്ലല്ലോ അല്ലേ? ആ 2 കണാപ്പന്മാരും തങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീകൾ വേഗം വെള്ളമെടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ആ സ്ത്രീകൾ 2 പേരും ഓല മെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളാണ് നങ്ങേലി, നമ്മുടെ നായിക. നങ്ങേലി അവളുടെ ഫ്രണ്ടിനോട് നേരത്തെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മൾ ആ വെള്ളമെടുക്കാൻ പോയ സമയത്ത് ആ നികൃഷ്ട ജന്മങ്ങൾ നമ്മളെ നോക്കി പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാമക്കണ്ണുകൊണ്ടുള്ള അവരുടെ നോട്ടം എനിക്കിപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ന്യായമാകുന്നത്? ഉയർന്ന ജാതിയിലുള്ള പെണ്ണുങ്ങൾക്ക് മേൽവസ്ത്രം ധരിക്കാം, പക്ഷേ നമ്മളെപ്പോലുള്ളവർക്ക് മേൽവസ്ത്രം ധരിക്കാനാവില്ല. നമ്മുടെ മാറിടം മറക്കാൻ സാധിക്കില്ല. ഇതൊക്കെ എന്തൊരു പ്രാകൃത നിയമമാണ് എന്നൊക്കെയാണ് അവൾ കൂട്ടുകാരിയോട് പറയുന്നത്. അവന്മാരെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കണ്ണുകൾ ഞാൻ ചൂഴ്ന്നെടുത്തേനെ. എന്തുകൊണ്ടാണ് ഒരാളും ഇതിനെതിരെ പ്രതികരിക്കാത്തത് എന്നും നങ്ങേലി കൂട്ടുകാരിയോട് രോഷം കൊള്ളുന്നു. നമ്മൾ എന്തിന് അവയെ അനുസരിക്കണം? നമ്മൾ ആരെങ്കിലും എതിർത്താലല്ലേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്കിത് വളരെ അപമാനകരമായിട്ട് തോന്നുന്നു എന്നും നങ്ങേലി അവളുടെ കൂട്ടുകാരിയോട് പറയുന്നു. അപ്പോൾ കൂട്ടുകാരി പറയും, എനിക്കറിയാൻ പാടില്ലേ നങ്ങേലി, നമ്മളൊക്കെ എത്ര എതിർത്താലും അവന്മാരത് കണ്ടതായി പോലും നടിക്കില്ല. പിന്നെ നമ്മൾ എതിർക്കുന്നതുകൊണ്ട് എന്ത് ഉപയോഗം? അപ്പോൾ നങ്ങേലി പറയും, അതിന് നമ്മൾ ആരും ഇതുവരെ എതിർത്ത് നോക്കിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവരങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ തീരുമാനിക്കുക? മേൽജാതിയിലുള്ള പെണ്ണുങ്ങൾക്ക് മാറുമറയ്ക്കാം, നമുക്കാണെങ്കിൽ മറക്കാൻ പാടില്ല. എങ്ങാനും മറച്ചാലോ? മാറിടത്തിന്റെ വലുപ്പത്തിനും ആകൃതിക്കും അനുസരിച്ചുള്ള കരം നൽകണം. ഇതൊക്കെ എന്ത് ന്യായമാണ്? നമ്മളെന്താ സ്ത്രീകളല്ലേ? അപ്പോൾ കൂട്ടുകാരി പറയും, നമ്മൾ എന്ത് ചെയ്യാനാണ് നങ്ങേലി? ഇതൊക്കെ നമ്മുടെ വിധിയാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്കറിയാം, പക്ഷേ നമുക്ക് അവരെ എതിർത്ത് ജയിക്കാനാവില്ല. അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ നമ്മളെ കൂരയിൽ എങ്ങനെ കഞ്ഞി വയ്ക്കും? നമുക്ക് പുറത്തു പോകാതെ കൂരയിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ 2 നേരം അടുപ്പ് പോകുന്നത് തന്നെ നട്ടു ഒടിഞ്ഞ് പണിയെടുത്തിട്ടാണ്. അതിനിടയിൽ ആ കാമഭ്രാന്തന്മാരുടെ ഓരോ നോട്ടവും. നമുക്ക് 2 വഴികളാണുള്ളത്. ഒന്നുകിൽ അവർ പറയുന്നതൊക്കെ അനുസരിച്ച് ഇത് വിധിയാണെന്നും പറഞ്ഞ് ജീവിക്കുക, അല്ലെങ്കിൽ അവരെ എതിർക്കുക എന്ന് നങ്ങേലി പറയുന്നു. രാത്രി ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിനോട് നങ്ങേലി ഇന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് വിവരിച്ചു പറയുന്നു. അപ്പോൾ ഭർത്താവ് പറയും, നമ്മൾ എന്ത് ചെയ്യാനാ നങ്ങേലി? നമുക്ക് കിട്ടുന്ന ഈ മുക്കാച്ചക്രം കൊണ്ട് നമുക്ക് 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ എന്നാലും നീ പേടിക്കണ്ട, ഇനി ഞാൻ രാവും പകലും കഠിനമായി അധ്വാനിച്ച് പണമുണ്ടാക്കിക്കോളാം. അതുകൊണ്ട് നമുക്ക് മുലക്കരമടയ്ക്കാം. എന്താ, നിങ്ങൾ നികുതിയൊന്നും അടക്കാൻ പോകണ്ട, ഞാൻ ഇതിനെ എതിർത്തോളാം. നികുതിയൊന്നും കൊടുക്കാതെ തന്നെ ഞാൻ മാറുമറിക്കും. നങ്ങേലി, നീ എന്തൊക്കെയായി പറയുന്നേ? അതൊക്കെ നിയമവിരുദ്ധമല്ലേ? നിയമമോ? മനുഷ്യനാണ് ഈ ജാതിയും മതവും നിയമവും എല്ലാം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ശരി, ഞാൻ ഇതിനെ എതിർക്കാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ മതി. നിന്റെ എല്ലാ കാര്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും നങ്ങേലി. ഇത് കുറച്ച് കഠിനമായ കാര്യമാണ്, എന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഭർത്താവ് നങ്ങേലിക്ക് ഉറപ്പ് നൽകുന്നു. ശേഷം 2 പേരും പരസ്പരം വാരിപ്പുണർന്ന് കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ നങ്ങേലിയും കൂട്ടുകാരിയും വിറകുമായി പോവുകയാണ്. നങ്ങേലി മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കണ്ട ആ 2 പേരില്ലേ, അവരങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് നങ്ങേലിയോട് ദേഷ്യപ്പെടുന്നു. നിനക്ക് നാണമുണ്ടോടി? കീഴ്ജാതിക്കാർ മേൽമുണ്ട് ധരിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? നീ നിയമം ലംഘിക്കുമല്ലേ? അപ്പോൾ നങ്ങേലി പറയും, നാണിക്കേണ്ടത് നിന്നെ പോലുള്ള വൃത്തിഹീനരാണ്, അല്ലാതെ ഞാനല്ല. താഴ്ന്ന ജാതിക്കാരായാലും മേൽജാതിക്കാരായാലും പെണ്ണ് തന്നെയാണ്. അവർക്ക് അവരുടെ മറിക്കാനുള്ള അവകാശമുണ്ട്. നീ ഈ പറയുന്നത് നിയമവിരുദ്ധമാണ്. ഒന്നുകിൽ നീ മേൽവസ്ത്രം അഴിച്ചു കളയണം, അല്ലെങ്കിൽ ഇതിന് നീ നികുതി അടയ്ക്കണം. ഇതാണോ നിന്റെ നിയമം എന്നും പറഞ്ഞ് നങ്ങേലി അയാളുടെ മുഖത്തേക്ക് കാറി തുപ്പുന്നു. ദേഷ്യം വന്ന അയാൾ നങ്ങേലിയുടെ മേൽമുണ്ട് പറിച്ചെറിയാൻ നോക്കി. ഉടൻ തന്നെ നങ്ങേലി കയ്യിലുണ്ടായിരുന്ന അരിവാളെടുത്ത് അവന്റെ കഴുത്ത് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിനക്ക് കഴിക്കണോ? എന്റെ ദേഹത്ത് തൊട്ട നിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല, വെട്ടി അരിയും ഞാൻ. അതോടെ
അവർ രണ്ടുപേരും പേടിച്ച് അവിടെ നിന്നും പോയി. രാത്രിയായപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം നങ്ങേലി ഭർത്താവിനോട് പറഞ്ഞു. നീ ചെയ്തത് നന്നായടി, എന്തൊക്കെ വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇനി ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ പെണ്ണിനെ തൊടാൻ ശ്രമിച്ച അവനെ ഞാൻ കൊന്നോളാം എന്നും പറഞ്ഞ് നങ്ങേലിയുടെ ഭർത്താവ് പുറത്തേക്കിറങ്ങാൻ നോക്കുമ്പോൾ വീടിന് പുറത്ത് രാവിലെ കണ്ട ആ 2 പേരും മറ്റൊരാളെയും വിളിച്ചുകൂട്ടി വന്നിരിക്കുകയാണ്. അയാളാണ് ആ ദേശത്തെ കളക്ടർ. കളക്ടർ നങ്ങേലിയുടെ ഭർത്താവിനോട് ചോദിക്കും, അത് നിന്റെ ഭാര്യയാണോ? അവൻ പറയും, അതെ, അവളെൻ്റെ ഭാര്യയാണ്. അപ്പോൾ കളക്ടർ പറയും, നിന്റെ ഭാര്യ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ അവളോട് മുലക്കരം അടയ്ക്കാൻ പറയുക, അല്ലെങ്കിൽ അവളുടെ മേൽവസ്ത്രം നീ തന്നെ അഴിച്ചു മാറ്റുക. ഇത് കേട്ട ഉടനെ നങ്ങേലി പറയും, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളുടെ അവകാശമാണ്. അത് കേട്ടപ്പോൾ ഭർത്താവ് പറയും, നങ്ങേലി നീ മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിച്ചോളാം അവരോട്, നീ അകത്തേക്ക് പൊക്കോളൂ. നിന്നെ കൊണ്ട് ഏതായാലും നികുതി അടക്കാനൊന്നും കഴിയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയോട് മേൽവസ്ത്രം അഴിച്ചു മാറ്റാൻ പറ എന്ന് കളക്ടർ നങ്ങേലിയുടെ ഭർത്താവിനോട് പറയുന്നു. ഇല്ല സാറേ, ഞാൻ നികുതി അടച്ചോളാം, അവളുടെ വസ്ത്രം ഞാൻ അഴിച്ചു മാറ്റില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ നിനക്ക് 1 മാസത്തെ സമയം തരാം, നീ മുലക്കര അടക്കാൻ നോക്ക് കേട്ടോ എന്നും പറഞ്ഞ് കളക്ടറും സംഘവും അവിടെ നിന്ന് പോകുന്നു. ദിവസങ്ങൾ കടന്നുപോയി. കളക്ടറും സംഘവും അറിയിച്ച അവധി കഴിഞ്ഞു. 1 മാസത്തിന് ശേഷവും 1 രൂപ പോലും നികുതി അടക്കാനായി സമ്പാദിക്കാൻ നങ്ങേലിക്കോ നങ്ങേലിയുടെ ഭർത്താവിനോ സാധിച്ചില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് നങ്ങേലിയുടെ ഭർത്താവ്. നങ്ങേലിയാവട്ടെ തൻ്റെ അരിവാൾ മൂർച്ച കൂട്ടി വയ്ക്കുന്നു. അപ്പോഴേക്കും കളക്ടറും കളക്ടറുടെ സംഘവും ഒക്കെ നങ്ങേലിയുടെ വീട്ടിലേക്ക് എത്തുന്നു. നങ്ങേലിയുടെ വീടിന്റെ വാതിൽ അവർ തട്ടി. നങ്ങേലി പതിയെ പുറത്തേക്ക് വരുന്നു. നങ്ങേലി, ദേ നമ്മൾ പറഞ്ഞ അവധി കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, നമ്മൾ നികുതി വാങ്ങാൻ വന്നതാണ്, നികുതി ഇങ്ങോട്ടേക്ക് എടുക്കാൻ നോക്ക് എന്ന് കളക്ടർ നങ്ങേലിയോട് ആജ്ഞാപിക്കുന്നു. നങ്ങേലി പതിയെ വീടിന്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുന്നു. അപ്പോൾ കളക്ടർ പറയും, നീ അവിടെ നിൽക്ക്, ഈ മുലക്കരം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിന്റെ മുലയുടെ വലുപ്പവും ആകൃതിയൊക്കെ നോക്കിയിട്ടാണ് കരം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് നീ അത് കാണിക്കാൻ നോക്ക്, എന്നിട്ട് ഞാൻ പറയാം എത്ര രൂപ അടക്കണമെന്ന്. മനസ്സില്ലാ മനസ്സോടെ ദേഷ്യം കടിച്ചമർത്തി നങ്ങേലി അവരുടെ മുന്നിൽ തന്റെ മേൽവസ്ത്രം അഴിച്ചു മാറ്റുന്നു. ഇറച്ചി കഷ്ണം കണ്ട നായ്ക്കളെ പോലെ ആ നികൃഷ്ട ജന്മങ്ങൾ ഓരോന്നും അവളുടെ മാറിടത്തിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. നങ്ങേലിക്ക് അതാകെ അപമാനകരമായിട്ട് തോന്നി. ശേഷം അവൾ നികുതിയെടുക്കാനെന്നോണം വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു. അതേസമയം നങ്ങേലിയുടെ കൂട്ടുകാരിയും ഭർത്താവും തൊട്ടപ്പുറത്ത് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കളക്ടറും കൂട്ടരും അവളെയും കണ്ടു. ഏതാടേ മുതല് എന്നുള്ള രീതിയിൽ അവരുടെ കാമക്കണ്ണുകൾ അവളെയും നോക്കി ദഹിപ്പിക്കുകയായിരുന്നു. അപ്പോഴേക്കും വീടിനകത്ത് നിന്നും നങ്ങേലി പുറത്തേക്ക് വരുന്നു. അവളുടെ കയ്യിൽ വാഴയിലിൽ പൊതിഞ്ഞുകൊണ്ട് എന്തോ ഒരു വസ്തു ഇരിക്കുന്നുണ്ട്. അത് അവൾ ആ നികൃഷ്ട ജീവികൾക്ക് നേരെ നീട്ടുന്നു. ഇതാ എന്റെ ശരീരത്തിലെ ആ മാംസപിണ്ഡം, ഇനി എത്രയാന്ന് വെച്ചാ നോക്കിക്കോളൂ. ഇത് എന്റെ ശരീരത്തിലുണ്ടെങ്കിലല്ലേ നിനക്കൊക്കെ ഞാൻ കരം തരേണ്ടതുള്ളൂ. ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് അറുത്തു മാറ്റിയ അവളുടെ മാറിടം അവൾ അവർക്ക് നേരെ നീട്ടുന്നു. നങ്ങേലിയുടെ ശരീരത്തിൽ നിന്നും ചോര വാർന്നൊഴുകുന്നത് കാണാം. ആകെ പേടിച്ചരണ്ട കളക്ടറും കൂട്ടരും അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ കാര്യങ്ങളെല്ലാം ഭർത്താവ് അറിഞ്ഞ് ഓടി നങ്ങേലിയുടെ അടുത്ത് വന്നപ്പോഴേക്കും ചോര വാർന്നൊഴുകി ആ പാവം മരിച്ചിരുന്നു. നങ്ങേലിയുടെ മരണം ആ പാവത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നങ്ങേലിയുമൊത്തുള്ള അവന്റെ എല്ലാ നിമിഷങ്ങളും അവൻ ഓർത്തുകൊണ്ട് അവളുടെ ചിതയ്ക്ക് മുന്നിലിരിക്കുകയാണ്. അതിനിടയിലാണ് താൻ നങ്ങേലി കൊടുത്ത വാക്ക് അവൻ ഓർമ്മ വരുന്നത്. ഏതൊരവസ്ഥയിലും നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. ഒരു ദൃഢനിശ്ചയത്തോടെ അവൻ പതിയെ നങ്ങേലിയുടെ ചിതയിലേക്ക് നടന്നെടുക്കുന്നു. ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കുന്ന സതി എന്ന ആചാരം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നങ്ങേലിയുടെ ഭർത്താവ് നങ്ങേലിയുടെ ചിതയിൽ ചാടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങളെല്ലാം തിരുവിതാംകൂർ രാജാവ് അറിയുന്നു. തുടർന്ന് മുലക്കരം എന്ന് പറയുന്ന നികൃഷ്ടമായ ആ നിയമം അദ്ദേഹം നിർത്തലാക്കുന്നു. അങ്ങനെ മരണത്തിന് ശേഷം നങ്ങേലിയുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തുന്നു. അതിനുശേഷം താഴ്ന്ന ജാതിയിലെ സ്ത്രീകളും മറച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം നങ്ങേലിയുടെ കൂട്ടുകാരി മറച്ചുകൊണ്ട് വിറകുകളുമായിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിനിടയിൽ മുൻപ് കണ്ട ആ 2 പേർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ നങ്ങേലിയുടെ കൂട്ടുകാരിയെ സൂക്ഷിച്ചു നോക്കി. അവരുടെ മുഖത്തേക്ക് കാറി തുപ്പിക്കൊണ്ട് ആ സ്ത്രീ അവിടെ നിന്നും നടന്നു നീങ്ങുന്നു, മാറുമറച്ച ശരീരവുമായി. ചരിത്രം എന്നുള്ളത് ഒരു അവശേഷിപ്പാണ്. നമ്മളിലെ മനുഷ്യന്റെ ജാതിയും ജാതിവെറിയും സവർണ ചിന്താഗതിയും എല്ലാം നിറഞ്ഞ ഒരു അധ്യായം. ഈ ജാതിവെറിയും സവർണ ചിന്താഗതിയും എല്ലാം ഒഴിവാക്കി മനുഷ്യരെല്ലാം ഒന്ന് എന്ന് ചിന്തിച്ച് വാഴുന്ന ഒരു കേരളം എന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.